ദേവയാനിക്ക് ലിവർ കൊടുത്തത് നയനയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നയന ഓപ്പറേഷനും കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുന്നത് സ്വന്തം വീട്ടിലോട്ടായിരിക്കും. വല്യമ്മ ഡിസ്ചാർജ് ആവുകയാണെന്നറിഞ്ഞ് അനാമിക അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. അനി എന്തായാലും അനാമികയെ വിളിക്കില്ല എന്ന് അനാമികയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അനാമിക സ്വന്തം ഇഷ്ടത്തിലാണ് അനന്തപുരിയിലോട്ട് വരുന്നത്. ദേവയാനി അനന്തപുരിയിലോട്ട് എത്തുമ്പോഴേക്കും അനാമിക ഓടിച്ചെല്ലുന്നുണ്ട്. വല്യമ്മേ, വല്യമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, വാ വല്യമ്മേ, ഉള്ളിലോട്ട് കയറായെന്നും പറഞ്ഞ് അനാമിക ദേവയാനിയുടെ കൈയും പിടിച്ച് ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, ഞാൻ എടുത്തിട്ട് വരാം വല്യമ്മേ എന്നും പറഞ്ഞ് അനാമിക അടുക്കളയിലോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വല്യമ്മേ, ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. വല്യമ്മയുടെ ഓപ്പറേഷന്റെ സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അവിടെ നന്ദു ഉണ്ടായിരുന്നു. നന്ദു മാത്രല്ല, അവളുടെ അമ്മയും അവളുടെ ചേച്ചി നായനയും വല്യമ്മയുടെ സ്നേഹം പിടിച്ചെടുക്കാനായിട്ടെ പുറത്ത് തന്നെ കാവല് നിൽക്കുമായിരുന്നു. എനിക്ക് അവരുടെ ഒന്നും മുഖം കാണാൻ വയ്യാത്ത കാരണ വല്യമ്മേ ഞാൻ വല്യമ്മയുടെ അടുത്തോട്ട് വരാതിരുന്നത്. ഇനി ആരൊക്കെ എന്നെ കാവല് നിന്നെന്ന് പറഞ്ഞാലും എന്നെ നോക്കിയെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ അവർക്കൊന്നും ഒരു സ്ഥാനവുമില്ല. എന്റെ മരുമകളായിട്ട് ഞാൻ ഇന്നും അംഗീകരിക്കുന്നത് അനാമിക മോളെ മാത്രമായിരിക്കും. ഏട്ടത്തി, ഞാനും ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എനിക്ക് ഏട്ടത്തി ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. അവളെവിടെ? അവളെ ഹോസ്പിറ്റലും കണ്ടില്ലല്ലോ എന്ന് ദേവിയാനി ചോദിക്കുകയാണ്. ആരാ? നയനയുടെ കാര്യമാണോ ചോദിച്ചേ? നയന എവിടെ ഇല്ലേ വല്യമ്മേ? അവളെ വീട്ടിലോട്ട് പോയി. വല്യമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവള് നോക്കണം. വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമെന്ന് പേടിച്ച് അവളെ വീട്ടിലോട്ട് പോയി. വല്യമ്മ പേടിക്കണ്ട, വല്യമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതെനിക്കറിയാം മോളെ, മോൾ എന്നെ നന്നായി നോക്കുമെന്ന്. എന്തായാലും അവളെ എനിക്ക് കാണേണ്ടി വന്നില്ലല്ലോ. അവളുടെ മുഖം കണ്ട എന്റെ അസുഖം കൂടുകയുള്ളൂ. അതുകൊണ്ട് അവൾ ഇവിടെ ഇല്ലാത്തത് നന്നായി. എന്നേക്കുമായിട്ട് അവളെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ എനിക്ക് അത്രയും സന്തോഷം. എന്നാ ഇതൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. എന്താ ദേവിയാനി, ഇപ്പോഴും നിനക്ക് നയന മോളെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവും കിട്ടില്ലേ? അച്ഛാ, അതല്ല, എനിക്ക് അവളെ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് നിനക്ക് നയന മോളെ കുറിച്ച് നന്നായിട്ട് അറിയാത്ത കാരണ. നീ അവളെ മനസ്സിലാക്കിയ നീ അവളോട് ചെയ്തതിനൊക്കെ നീ ചങ്ക് പൊട്ടി കരയേണ്ടി വരും. അത് നീ മറക്കണ്ട. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം ആ നായനയാണെന്നാണോ? അവളോട് കുറച്ച് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവൾക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ആള് എന്റെ ജീവൻ രക്ഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഹോസ്പിറ്റലിലെ സാധനങ്ങളെല്ലാം എടുത്ത് ജയനും അതുപോലെ ആദർശം വരുന്നുണ്ട്. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? അമ്മ ഇപ്പോഴും നയനയെ കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലല്ലോ. അതിനവളെ എനിക്കെന്താ ചെയ്തു വന്നിരിക്കുന്നേ? അതമ്മ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പൊ എന്തായാലും ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ടാ അവളാണ് എനിക്ക് ലിവർ തന്നെന്ന് തോന്നുമല്ലോ. വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നയന വല്യമ്മയ്ക്ക് ലിവർ തരുന്ന്? ഞാനതിന് തയ്യാറായിരുന്നു. എന്നാ ഇവരൊക്കെ തന്നെയാ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അല്ല, അനാമിക എന്താ പറഞ്ഞു വരുന്നേ? ദേവയാനെ രക്ഷിക്കാൻ നീ തയ്യാറായിരുന്നു എന്നോ? അങ്ങനെയല്ലല്ലോ ഹോസ്പിറ്റലിൽ കണ്ടത്. പെട്ടെന്ന് ബ്ലഡിന് ആവശ്യം വന്നപ്പോ അനി നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു കുറച്ച് ബ്ലഡ് വല്യമ്മയ്ക്ക് കൊടുക്കാനായിട്ട്? നീ അതിന് സമ്മതിച്ചില്ലല്ലോ. അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിയായ കാരണമാണെന്ന്. എന്നാ വല്യമ്മയുടെ അവസ്ഥയിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ തയ്യാറുമായിരുന്നു ലിവർ കൊടുക്കാമെന്ന്. എന്നിട്ട് നീ ഒരിക്കൽ പോലും അത് പറഞ്ഞില്ലല്ലോ. അത് പറയാൻ നിങ്ങൾ അനുവദിച്ചില്ലല്ലോ. അവിടെ എത്തുമ്പോഴൊക്കെ ഓരോ കാര്യം പറഞ്ഞ് എന്നെ അവിടുന്ന് ഓടിക്കല്ലായിരുന്നു. അങ്ങനെ അനിയനെ തല്ലി ഓടിച്ചൊക്കെ നിങ്ങൾ മറന്നോ? വേണ്ട, ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ദേവയാനി, നീ പോയിട്ട് റെസ്റ്റ് എടുക്ക. ഈ സമയത്തെ നിനക്ക് വേണ്ടത് നല്ല റെസ്റ്റാ. മനസ്സിനും അതേപോലെ തന്നെ ശാന്തത വേണം. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നീ ഇനി ആലോചിക്കണ്ട. പിന്നെ പലരും നിന്റെ അടുത്ത് പലതും പറഞ്ഞു തരും. അതൊക്കെ മുഴുവനായിട്ട് നീ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അനാമിക വല്യമ്മയെ പിടിച്ചുകൊണ്ടാണ് റൂമിലോട്ട് പോകുന്നത്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശന്റെ അടുത്ത് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഇപ്പോഴും അമ്മയ്ക്ക് നയനയെ ഒരു തരി പോലും സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അതിനൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാ അവളെല്ലാം അറിയുമ്പോൾ നയനയെ ചേർത്ത് പിടിക്കും. അതെനിക്ക് ഉറപ്പാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും ആദർശ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നയനയാണ് ബ്ലഡ് കൊടുത്തതെന്നും നയനയുടെ ലിവറാണ് ദേവിയാനിക്ക് കൊടുത്തതെന്നും ഒക്കെ മുത്തശ്ശൻ അറിഞ്ഞു കാണും. ആദർശാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടു കൂടി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയാ ശരിയാവില്ല. മോളെന്തായാലും ഈ കുടുംബത്തിനോട് ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യാ. മോളുടെ മനസ്സ് അത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വേണ്ട പരിഗണന മോൾക്കിപ്പോൾ കൊടുക്കണം. ഇനി ഇങ്ങനെ മോളെ ആരും തട്ടിക്കളിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്.
എന്താ ഇദ്ദേഹം എന്ത് തീരുമാനിച്ചെന്നാ പറയുന്നേ? അത് നയന മോൾക്ക് കുറച്ച് സ്വത്ത് എഴുതി വെക്കണം. അതിപ്പോ എന്തായാലും ആദർശനും നയനയ്ക്കുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാ സ്വത്തുക്കളും. എന്നാ ഇപ്പൊ കുറച്ച് പരിഗണന അവൾക്ക് കൂടുതൽ കൊടുക്കേണ്ട സമയാ. നമ്മളാരും അവളെ ഗവനിക്കില്ല എന്ന് അവൾ കരുതരുത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടതെല്ലാം ഇപ്പൊ തന്നെ കൊടുക്കണം. കയറി വന്ന മരുമകള് ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നയനമോള് അത്രയും വലിയ ത്യാഗ ചെയ്തിരിക്കുന്നേ. അതിനുള്ള പ്രതിഫലം അവൾക്ക് ഇപ്പൊ തന്നെ കൊടുക്കണം. ഞാൻ ലോയറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അടുത്ത് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. ദേവിയാനി അടക്കം എല്ലാവരെയും വിളിച്ചു വരുത്താണ്. ആദർശും ജയനും അജയനും ജാനകിയും അനന്തപുരിയിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്, നയന ഒഴികെ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അച്ഛാ, എന്താ കാര്യം? അല്ല, നിങ്ങളെല്ലാവരും കാൽനടയായിട്ട് മലയ്ക്ക് പോകാനുള്ള സമയമായല്ലോ. ആയി അച്ഛാ, കാൽനടയായിട്ട് അയ്യപ്പനെ കാണാൻ പോകണം. എന്നാ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതെന്തായാലും നല്ല രീതിക്ക് നടക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാ നിങ്ങൾ എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തിയത്. എന്താച്ചാ, എന്താ കാര്യമെന്ന് ജയൻ ചോദിക്കുകയാണ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ഇവിടെ ചിലർക്കങ്ങ് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. എന്നാലും ഇത് ഞാൻ എടുത്ത തീരുമാനാ. അതുകൊണ്ട് ഇത് ഞാൻ നടപ്പിലാക്കും. അച്ഛനെ എതിർത്ത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാറും ചെയ്യാറും ഉണ്ടോ? അച്ഛൻ എന്തിനാ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ പറഞ്ഞോളൂ, അച്ഛന്റെ തീരുമാനം എന്തായാലും ഞങ്ങൾ അത് അംഗീകരിക്കും. എന്നാ ജലജ അഭിയുടെ ചെവിയിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലേ അമ്മേ നമുക്ക് കാര്യമുള്ളൂ എന്ന് അഭിയും പറയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ കാര്യം പറയാണ്. നയനയ്ക്ക് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കണം. നയനയ്ക്ക് സ്വത്തുക്കൾ എഴുതി വെക്കാനോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. ദേവയാനി, നീ വെറുതെ എടുത്തു ചാടിയിട്ട് അഭിപ്രായം പറയല്ലേ. ഞാനിപ്പോൾ എടുത്ത തീരുമാനം പിന്നീട് ശരിയായിരുന്നു എന്ന് നീ തന്നെ എൻ്റെ അടുത്ത് പറയുന്നൊരു ദിവസം വരും. അതുകൊണ്ട് ദേവിയാനി ഇതിന് എതിരൊന്നും പറയരുത്. ആദർശനും ജയനും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. നയന ചെയ്ത ഈ ത്യാഗത്തിന് പ്രതിഫലമായിട്ടാണ് അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്ന്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എഴുതി വെക്കാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയാണ്. 2 ജ്വല്ലറികള് അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. ഇത് കേട്ട് അനാമിക ഞെട്ടുന്നുണ്ട്. എന്താ മുത്തശ്ശ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോ അത് എല്ലാവരും കൂടി ആലോചിക്കണ്ടേ? ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണെന്നാണല്ലോ മുത്തശ്ശൻ പറയാറ്. എന്നിട്ടെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അനിയുടെ അഭിപ്രായം ചോദിച്ചോ? എന്റെ അഭിപ്രായം ചോദിച്ചോ? എന്റെ അമ്മായിമ്മയുടെ അഭിപ്രായം ചോദിച്ചോ? ഇതൊന്നും ചോദിക്കാതെ മുത്തശ്ശൻ എന്തിനാ എടുത്തു ചാടിയിട്ട് ഓരോന്നും ചെയ്യുന്നേ എന്ന് മുത്തശ്ശനോട് എതിർത്ത് സംസാരിക്കുകയാണ് അനാമിക. ഇത് കേൾക്കുന്ന അനി പറയുന്നുണ്ട്, അനാമികെ മതി, നിർത്ത്. നീ ആരോടെ എങ്ങനെ എതിർത്ത് സംസാരിക്കുന്നേ? ഇതെന്റെ മുത്തശ്ശനാ. അച്ഛൻ പോലും എന്റെ മുത്തശ്ശനോട് എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ മുൻപിൽ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് അനി ചോദിക്കാണ്. എന്നാ ജാനകിയും പറയുന്നുണ്ട്, അല്ലെങ്കിലും അച്ഛനിപ്പോ വേർതിരിവ് ഇത്തിരി കൂടുതലാ. അച്ഛൻ എന്ത് കരുതിയിട്ടാ അവളുടെ പേരിലൊക്കെ സ്വത്ത് എഴുതി വെക്കുന്നത്? അവളീ കുടുംബത്തിലെ മരുമകളാ. അതും എങ്ങനെയാ കയറി വന്നേന്ന് അച്ഛന് നന്നായിട്ട് അറിയുന്നല്ലേ. അവളുടെ പേരിൽ ഇത് എഴുതി വെക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇന്നേ വരെ ആരോടും വേർതിരിവ് കാണിച്ചിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ തന്നെയാ കണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ സ്വത്തിന് എല്ലാവർക്കും തുല്യ അവകാശ. എന്നാ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ നയനയുടെ പേരിൽ ഇത് എഴുതി വെക്കാം എന്ന് കരുതി നയന ഇതുമായിട്ട് എങ്ങോട്ട് ഓടിപ്പോവാനൊന്നും പോകുന്നില്ല. എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യുക. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാ ദേവിയാനി പറയുന്നുണ്ട്, അച്ഛൻ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അച്ഛൻ എന്തെങ്കിലും വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല എന്ന് ദേവിയാനിക്ക് തോന്നാണ്. എന്തൊക്കെയോ സംശയങ്ങൾ ദേവിയാനിയുടെ മനസ്സിലുണ്ട്.